പൊള്ളുന്ന വെയിലത്തെ പ്രചാരണത്തിന് ഇടവേള ആകാമെന്ന നേതാക്കൾ. CPM ഔദ്യോഗികമായി തന്നെ ഇടതു പ്രചാരണം നട്ടുച്ച നേരത്ത് വേണ്ടെന്ന് തീരുമാനിച്ചു. 12 മണി മുതൽ 2 മണി വരെ പ്രചാരണത്തിന് ഇടവേള നൽകാനാണ് നിർദ്ദേശം. കോൺഗ്രസ് BJP നേതാക്കളും പൊള്ളുന്ന വെയിലത്ത് ഇടവേള വേണമെന്ന നിലപാടെടുത്തു കഴിഞ്ഞു. സൂര്യാഘാത ഭീതിയോടെയാണ് ചുട്ടുപൊള്ളുന്ന വേനലിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ പ്രവർത്തകർ സജീവമായത്. ഈ ഘട്ടത്തിലാണ് പൊള്ളുന്ന വെയിലത്തെ പ്രചാരണത്തിന് ഇടവേള നൽകണ്ടേ എന്ന ചോദ്യം 24 മുന്നോട്ട് വെച്ചത്. സാധാരണ പ്രവർത്തകർ ശരിക്കും പ്രതികരിച്ചു. അവർക്ക് ആശ്വാസം പകരുകയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. 24 ഉയർത്തിയ ആവശ്യം ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കൾ തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞു. CPM ഔദ്യോഗികമായി തന്നെ നട്ടുച്ച നേരത്തെ പ്രചാരണത്തിന് ഇടവേള നൽകാൻ തീരുമാനിച്ചു. ഇടതുമുന്നണി സ്ഥാനാർത്ഥികളും പ്രവർത്തകരും പ്രചാരണത്തിന് ഇറങ്ങേണ്ടതില്ല എന്ന നിർദ്ദേശവുമെത്തി. പാർട്ടി പ്രവർത്തകർക്ക് മാത്രമല്ല സാധാരണ ജനങ്ങൾക്കും ഉച്ചനേരത്തെ പ്രചാരണം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത്. ഇതേക്കുറിച്ച് CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി തന്നെ 24നോട് പ്രതികരിച്ചു. ഈ മാധ്യമത്തിലൂടെ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ക്രമീകരിക്കണം. സ്ഥാനാർത്ഥിയും പ്രവർത്തകരും ഈ ചൂടിൻ്റെ സമയത്ത് 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ ഉള്ള സമയത്ത് പുറത്തിറങ്ങാൻ പാടില്ല. വീടുകളിലിരുന്നോ ഹാൾ മീറ്റിങ്ങുകൾ നടത്തിയോ അത്തരത്തിൽ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കാൻ ശ്രദ്ധിക്കണം. UDF നേതാക്കളും ഇതിനോട് യോജിക്കുകയാണ്. പ്രചാരണത്തിൽ പുറകിലായി പോയതിനാൽ മാത്രമാണ് നട്ടുച്ച നേരത്തും പ്രചാരണം നടത്തിയതെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ തുറന്നു സമ്മതിച്ചു. ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് ലേറ്റായി പോയി, അതുകൊണ്ടാണ് ഇത് അവധി കൊടുക്കാത്തത്. അത് ശരിയല്ലാന്ന് എനിക്കറിയാം, പക്ഷേ എങ്കിലും അത് ഓടിയെത്താനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് അങ്ങനെ ചെയ്യുന്നത്. BJP നേതാക്കൾ പറയുന്നത് നട്ടുച്ച നേരത്തെ പ്രചാരണം പൂർണ്ണമായും നിർത്തലാക്കണമെന്ന് തന്നെയാണ്. BJP നേതൃത്വവും അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഇക്കാര്യം തുറന്നു പറഞ്ഞു. BJP ഇപ്പോൾ പൊതുവെ എടുത്തിട്ടുള്ളൊരു സമീപനം അതിരാവിലെ ആരംഭിച്ചു, ഒരു 6-7 മണിക്ക് ആരംഭിച്ച് 10 മണിയോടുകൂടി അവസാനിപ്പിക്കുകയും അതിനുശേഷം 4 മണിക്ക് ശേഷം വീണ്ടും ആരംഭിക്കുകയും ചെയ്യുന്നൊരു പ്രചരണമാണ് പൊതുവെ BJPയുടെ സ്ഥാനാർത്ഥികളെല്ലാവരും ഉള്ളത്. പാർട്ടി പ്രവർത്തകന്മാരോടും അങ്ങനെ തന്നെയാണ് ആവശ്യപ്പെട്ടത്. അത് പൊതുവെ എല്ലാവരും സ്വീകരിക്കുന്നത് നല്ലതായിരിക്കുമെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. കൊടും ചൂട് സഹിച്ചുള്ള പ്രചാരണം അക്ഷരാർത്ഥത്തിൽ സാധാരണ പ്രവർത്തകരെ വല്ലാതെ തളർത്തിയിട്ടുണ്ട്. എങ്കിലും പ്രചാരണ മത്സരത്തിൽ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ അവർ എല്ലാം സഹിക്കുകയാണുണ്ടായത്. നട്ടുച്ച നേരത്ത് തൊഴിലെടുക്കുന്നതിനെ ഉത്തരവിലൂടെ നിരോധിച്ചിട്ട് ദിവസങ്ങളായി. എന്നാൽ രാഷ്ട്രീയം തൊഴിലല്ലാത്തതിനാൽ അതിൻ്റെ ആനുകൂല്യം പ്രവർത്തകർക്ക് കിട്ടിയില്ല. ഇപ്പോൾ നേതാക്കൾ തന്നെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി പൊള്ളുന്ന വെയിലത്തെ പ്രചാരണത്തിന് ഇടവേളയാകാം. ടീം 24.